ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കീഴിൽ റിയാക്ഷൻ ആണ്. അധിപൻ മാമുക്ക. അധിപൻ ലാലേട്ടന്റെ അല്ലേ? അത് ശരിയാണ്. അധിപൻ ലാലേട്ടൻ മൂവി അല്ലേ? എന്തായാലും അധിപൻ എന്ന ടൈറ്റിലിൽ റീൽസ് ബേക്കൺ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ റിയാക്ഷൻ ആണ് നമ്മുടെ ഈ ചാനലിൽ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന സിനിമ റിലീസിനെത്തി. അപ്പോൾ ഉണ്ടായ ചില ഓളം, ഭയങ്കര ഓളമൊന്നും സംഭവിച്ചിട്ടില്ല, പക്ഷെ ഒരു നല്ലൊരു പോസിറ്റീവ് വൈബുള്ള ഒരു ഓളം സൃഷ്ടിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ ഇത് തുടർച്ചയായിട്ട് സംഭവിക്കുന്നു. അതായത് മമ്മൂട്ടി കമ്പനി തുടർച്ചയായിട്ട് ഈ ഓളം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അധിപൻ ഇപ്പോൾ പ്രസക്തമാണ്. അപ്പോൾ നമുക്കിത് റിയാക്ഷൻ ചെയ്യാം. ഈ രീതിയിലുള്ള ഒരു ഇൻട്രോ എപ്പോഴും കണ്ടിട്ടുണ്ടോ? ഇല്ല, വളരെ മോശമായിരിക്കുന്നു. ഈ രീതിയിലുള്ള ഒരു ഇരുത്തം നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ടോ? ഇല്ലേ, കണ്ടിട്ടില്ല. അധിപൻ ഇത് അധിപനല്ല, ഇത് അധിക പ്രസംഗം. ഓക്കെ, അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഓക്കെ, ഇതെല്ലാവരും എന്താണ് ആവല്ലേ, ആർക്കറിയാം, എന്തായാലും കണ്ടു നോക്കാം. മമ്മൂക്ക മുന്നിലുണ്ടായിരുന്നു, അധിപൻ ക്യാപ്ഷനും ഉണ്ടായിരുന്നു. ഇനി അങ്ങനെ അല്ലെങ്കിൽ ഈ ഫസ്റ്റത്തെ ഇൻട്രോ ഒക്കെ എടുത്ത് കളഞ്ഞേക്ക്, വെറുതെ ശേഷമുള്ളത് കണ്ടാ മതി. അത് വേസ്റ്റായി. അങ്ങനെ അല്ലെങ്കിൽ അത് വേസ്റ്റ്. ഓക്കെ, തിരിച്ചുവരവുകൾ ഏറെ കണ്ട വർഷങ്ങളാണ് കടന്നുപോയത്. ബോക്സ് ഓഫീസിൽ 20 കോടി പോലും വാലി കയറാൻ മടിയായിരുന്ന ആശുപത്രി തുടർച്ചയായി 2 വട്ടം 50 കോടി നേടിയെടുത്തിരിക്കുന്നു. വലിയ സ്റ്റാർ വാലി കിട്ടാതിരുന്ന ടോവിനോ ഒരു സൂപ്പർ സ്റ്റാർ എന്ന ലേബലിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു പതിറ്റാണ്ടോളം എവിടെയും വലിയ മാർക്ക് സൃഷ്ടിക്കാതെ നീങ്ങി ഇപ്പോൾ ഒരു സൂപ്പർ സ്റ്റാറായി മാറിയ ഉണ്ണിമുകുന്ദൻ. ഇനി മലയാള സിനിമയുടെ സാമ്രാട്ടായ മോഹൻലാലും ഒരു കാലത്ത് യുവാക്കളുടെ ഹരമായിരുന്ന ദിലീൻ പോളിയും തിരിച്ചുവരവിനായി കാത്തിരിക്കുന്നു. പക്ഷേ ഞങ്ങൾ പറയാൻ പോകുന്നത് അവരെ കുറിച്ചൊന്നുമല്ല. അയാളിപ്പോൾ തിരിച്ചു വന്ന ഒരാളല്ല, തിരിച്ചുവരവിന് കാത്തിരിക്കുന്ന ഭൂതകാലത്തിന്റെ വിസ്മൃതിയുമല്ല. കുഞ്ഞിന്റെ ലോകത്ത് അഭിനയം എന്ന നടനത്തിന്റെ പൂർണ്ണത ആവിഷ്കരിച്ച വ്യക്തിയാണത്. ഓരോ സിനിമകളിലും എന്തെങ്കിലും മെച്ചപ്പെടുത്തിക്കൊണ്ടുവരുന്നയാൾ. ആളിക്കടരുന്ന തീയിൽ അയാൾ ആരെന്ന് ചോദിക്കുമ്പോൾ ഇന്നുള്ള സിനിമാ പ്രേമികളെല്ലാം അയാളുടെ പേര് ഇന്നിന്റെ ഏറ്റവും മികച്ചതെന്ന ഉത്തരം നൽകും. പലരുടെയും സ്ക്രിപ്റ്റ് സെലക്ഷനും അഭിനയവും ഒക്കെ ഡിക്ലൈൻ ആകുന്ന ഈ 70കളിൽ പോലും അയാൾ തന്റെ കരിയർ പീക്ക് എന്ന് വിളിക്കപ്പെടുന്ന സമയത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. അതെ, അയാൾ തന്നെയാണത്. മലയാളികളുടെ ഇടനെഞ്ചിൽ ജീവിക്കുന്ന അഭിനയ കുലപതി. യൂത്തന്മാരെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിൽ ഇന്നും അത്ഭുതപ്പെടുത്തുന്ന ഫിലിമോഗ്രഫി കയ്യിലുള്ളവൻ. എക്സ്പെരിമെന്റ് ആയാലും ഇനി പക്ക എന്റർടൈൻമെന്റ് ആയാലും ഒരുപോലെ സ്ക്രീനിന് മുന്നിൽ കൊണ്ടുവരുന്നവൻ. The patriarch of Mollywood, pride of Malayalam film industry, പത്മശ്രീ മമ്മൂട്ടി. നമ്മളുടെ യങ് ആക്ടേഴ്സിന് വലിയ ഇൻസ്പിറേഷനാണ്. അതായത് ബാക്കിയുള്ള എല്ലാവരും എന്റെ ഇമേജിലെ വരും, എനിക്ക് ഇങ്ങനത്തെ പടങ്ങൾ പറ്റില്ല, ഇതിലിരുത്തുന്നില്ല എന്നൊക്കെ സ്ക്രിപ്റ്റുകളൊക്കെ എടുത്ത് വില കളയുന്നത് മമ്മൂക്കായെ പോലൊരു ആള് ഇങ്ങനത്തെയൊക്കെ വെറൈറ്റി സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. ഈവൻ യങ് ആക്ടേഴ്സ് പുള്ളി ഇത്രയും പിന്നെ ഞാനും ചെയ്യും, ഞാനും എക്സ്പെരിമെന്റ് ചെയ്യും എന്നൊരു സാധനം ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് ചെയ്യുന്നതാണല്ലോ മമ്മൂക്ക. Again, big salute. ആണോ? അല്ല, ഞാൻ കണ്ടായിരുന്നു മൊത്തം. മമ്മൂട്ടിയുടെ കരിയർ തന്നെ നോക്കിയാൽ ഇത്രയും മികച്ചു നിൽക്കുന്ന, അതായത് വ്യത്യസ്തമായ സിനിമകളും അതിനൊപ്പം തന്നെ ബോക്സ് ഓഫീസിലെ മികച്ച കളക്ഷനും ഒരുപോലെയുള്ള സിനിമകളുള്ള ഒരു ടൈം പീസ് ഉണ്ടായിട്ടില്ല. 2018 ശേഷമാണ് നമ്മൾ മമ്മൂട്ടിയുടെ ഇങ്ങനെയൊരു ഫ്രാഞ്ചൈസ് വളരെ വിസിബിൾ ആയി കണ്ടത്. ഉണ്ട, എബ്രഹാമിന്റെ സന്തതികൾ, പുഴു, ഭീഷ്മ തുടങ്ങിയ സിനിമകൾ അതിനൊരു തുടക്കം കുറിക്കുകയായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ അയാളുടെ കരിയറിന്റെ പീക്ക് ദർശിച്ചത്. ആരും ചെയ്യാൻ മടിക്കുന്ന, തിയേറ്ററിൽ ഫ്ലോപ്പ് ആകാൻ 90% സാധ്യതയുള്ള റോഷാക്ക് പോലെയുള്ള ഒരു റിവെഞ്ച് സ്റ്റോറി ചെയ്യാൻ അയാളെ കൊണ്ട് മാത്രമേ പറ്റൂ. ഭൂരിഭാഗം ഓഡിയൻസിനും വർക്കാകാൻ സാധ്യത കുറഞ്ഞ സിനിമ കളക്ട് ചെയ്തത് 50 കോടിയോളമാണ്. പിന്നീടും വന്നത് മികച്ച ആർട്ട് വാല്യൂ ഉള്ള സിനിമകൾ.
LJP-യുടെ ക്ലാസിക്കായി മാറിയ നൻപകൽ നേരത്ത് മയക്കം ഒരു സാധാ പോലീസുകാരന്റെ അവസ്ഥയെ പൂർണ്ണമായി വരച്ചിട്ട കണ്ണൂർ സ്ക്വാഡ്. ഹോമോസെക്ഷൽ ക്യാരക്ടറിനെ മനോഹരമായി ആവിഷ്കരിച്ച ജിയോ ബേബി ജോണിന്റെ കാതൽ ഡിക്കോർ. പിന്നെ അഭിനയത്തിന്റെ മൂർത്തിരൂപം നമ്മൾ കണ്ട ഭ്രമയുഗം. ഭ്രമയുഗം പോലെയുള്ള ഒരു സിനിമ ഒരു സീനിയർ ആക്ടർ ചെയ്യാൻ സമ്മതിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരല്പം സാഹസമാണ്. കാരണം ബോക്സ് ഓഫീസ് വെർഡിക്റ്റിൽ യാതൊരു രീതിയിലും പ്രതീക്ഷ കൊടുക്കാൻ സാധിക്കില്ലായിരുന്നു. പോരാത്തതിന് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയും. പക്ഷെ നമ്മൾ കണ്ടതോ മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാരക്ടർ. അതിനുശേഷം മികച്ച രീതിയിൽ ഫൈറ്റും കോമഡിയും കൈകാര്യം ചെയ്ത ടർബോയും ഇപ്പോൾ മികച്ച ലൈറ്റഡ് ആവിഷ്കാരം കൊണ്ട് മികച്ചതാക്കിയ GVM-ന്റെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സും ആരാധകർക്ക് മുന്നിലേക്ക് കടന്നു വരുന്നു. ഇനി മുന്നോട്ട് നോക്കിയാലും മികച്ച ലൈനപ്പുകൾ തന്നെ. എക്സ്ട്രീം സ്റ്റൈൽ കൊണ്ട് നമ്മളെ ഞെട്ടിക്കാൻ പോകുന്ന ബസൂക്ക, മഹേഷ് നാരായണൻ ഡയറക്ട് ചെയ്യുന്ന ഒപ്പം മോഹൻലാൽ ഒന്നിക്കുന്ന മമ്മൂട്ടി പടം. അതെ, ഇതുവരെ കണ്ടതും ഇനി കാണാൻ പോകുന്നതും അതിമനോഹരം. Yes, we are yet to witness the master class. വെറുതെ കുറെ റെക്കമെൻഡേഷൻ അയാളുടെ ഇന്നത്തെ അഭിനയത്തിൽ ചോദ്യം ചെയ്യുന്നവരായിട്ട് അധികം ആരും തന്നെ ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം എല്ലാത്തരം ഓഡിയൻസിനെയും അയാൾ ഇന്ന് കയ്യിലെടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്ട്രോങ് സോൺ അല്ലാത്ത ആക്ഷൻ എന്റർടൈൻമെന്റ് കൊണ്ട് പോലും അയാൾ തിയേറ്ററിൽ ആളെ വെച്ചു. ഇനി ക്രിട്ടിക് വാല്യൂ നോക്കുന്നവർക്ക് എണ്ണമറ്റ ചിത്രങ്ങളാണ് അയാൾ മുന്നിലേക്ക് വെച്ചുകൊടുത്തത്. ഭ്രമയുഗത്തിലെ കൊടുവൻ പോറ്റി ഇന്ത്യൻ സിനിമയുടെ തന്നെ വിസ്മയമായി മാറി. മുളപ്പിച്ച ആ ചുണ്ടുകളും ഊന്നുകടിയും ആ മേൽമുണ്ടും പാതി നരച്ച മുടിയും താടിയും പേടിക്കെടുക്കുന്ന അട്ടഹാസങ്ങളും ആ കഥാപാത്രത്തിലെ രാക്ഷസനെ കാണിച്ചു തന്നു. ഒപ്പം കണ്ണൂർ സ്ക്വാഡിലെ വളരെ മിനിമലായി പറഞ്ഞുപോയ പല ഡയലോഗുകളും ഒരു മാസത്തിലുള്ളതായി മാറിയെന്ന് നമ്മൾക്കറിയാമല്ലോ. എടുത്തു പറഞ്ഞു തുടങ്ങിയാൽ ഈ എടുത്തിറങ്ങിയ എല്ലാ സിനിമയും പറയേണ്ടി വരുമെന്നതാണ് യാഥാർത്ഥ്യം. പല വിരോധികളും അയാളുടെ ബോക്സ് ഓഫീസ് പവറിനെ കുറിച്ച് സംശയം ഉന്നയിക്കുന്നു. ഇതുവരെ 100 കോടിയില്ലെന്ന് അടക്കം പറയുന്നവർ അറിയേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ 4 വർഷത്തെ കണക്കെടുത്താൽ ടോട്ടൽ സിനിമകളുടെ കളക്ഷനിൽ ഏറ്റവും മുന്നിൽ നിങ്ങൾ സംശയിക്കുന്ന അയാൾ തന്നെയാണ്. ബോക്സ് ഓഫീസ് പവർ ഇല്ലാത്ത അയാൾ എങ്ങനെയാണ് ഈ ലിസ്റ്റിന്റെ തലപ്പത്തെത്തുന്നത്? 100 കോടിയുമൊക്കെ ഒരുപാട് വട്ടം കയറിയ നിങ്ങളുടെ ബോക്സ് ഓഫീസ് സിനിമകളെക്കാളെല്ലാം മുകളിൽ എന്തേ അയാൾ എത്തിപ്പെട്ടു? ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്. ഇറ്റ്സ് ഓൾ അബൌട്ട് കൺസിസ്റ്റൻസി. അത് ബോക്സ് ഓഫീസിലായാലും കണ്ടന്റ് വാല്യൂവിലായാലും. കഴിഞ്ഞ 4 വർഷത്തെ കണക്കെടുത്താൽ അയാളുടെ എത്ര സിനിമകൾ ഫ്ലോപ്പായിട്ടുണ്ട്? കൂടിപ്പോയാൽ 1 or 2. ഇനി റോഷാക്കും ഭ്രമയുഗവും പോലെയുള്ള സിനിമകളെ കൊണ്ട് 40 കോടിയും 50 കോടിയും അടിപ്പിക്കാൻ ഇന്ന് അയാളെ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്നുകൂടി നിങ്ങൾ ഓർമ്മിക്കണം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അയാളെക്കാൾ മികച്ച ഫിലിമോഗ്രഫിയുള്ള ഒരാളെ കാണിച്ചു തരാനാകുമോ നിങ്ങൾക്ക്? ഇല്ല, സാധിക്കില്ല. കുരയ്ക്കുന്നവർ കുരച്ചുകൊണ്ടേയിരിക്കും. അവരെ കുരയ്ക്കാൻ അഭിനയത്തിലോ ഡയലോഗ് ഡെലിവറിയിലോ ബോക്സ് ഓഫീസിലോ ഒരിക്കൽ പോലും അയാൾ പിന്നിലല്ല എന്ന് മാത്രമല്ല മറ്റെല്ലാവരെക്കാളും മുന്നിലുമാണ്. മമ്മൂക്ക, ഇത് നിങ്ങളുടെ സുവർണകാലമാണ്. ഒരു സിനിമാ പ്രേമി എന്ന നിലയിൽ നിങ്ങളുടെ ഈ കാലം ഞങ്ങൾ ഏറെ ആസ്വദിക്കുന്നു. നിങ്ങളുടെ അഭിനയം ഞങ്ങളെ ഇന്നും വിസ്മയിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ കാലം ഈ അടുത്തൊന്നും അവസാനിക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസവും ഉറപ്പും. യെസ്, യു ആർ ദ ബെസ്റ്റ്, യു ആർ ദ ഗ്രേറ്റ്, ദ ആക്ടിംഗ് മാനിഫെസ്റ്റോ, മമ്മൂട്ടി. ഒരു രക്ഷല, ഗംഭീരം, അത്രയ്ക്ക് അടിപൊളി വീഡിയോ കേട്ടോ. അത്രല്ലേ. സത്യം പറയട്ടെ, റീസെന്റ് ടൈമിൽ ഏറ്റവും കൂടുതൽ റീൽസ്, അതായത് റീൽസ് സ്പീക്കറിന് നഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു. ഈ ഒരു പവർ ആൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് പല വീഡിയോസിലും ആള് നൈസായിട്ട് പോണ ഒരു സംഭവമായിരുന്നു. ഇത് ഇങ്ങനെ ആയിരുന്നു ശരിക്കും ആദ്യം. അതെ, ആദ്യം റീൽസ് സ്പീക്കറിന്റെ വീഡിയോസ് ഒക്കെ ഭയങ്കര
എന്താ പഞ്ചിലാണ് ഓരോന്നും കൊടുക്കുക. ഇതിന്റെ ആ തുടക്കത്തിൽ മമ്മൂക്കനെ കുറിച്ച് പറയുന്ന ആ ഇൻട്രോ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. എനിക്ക് ഉറപ്പാണ് അളിയനെ അത് കണ്ടിട്ട് ഇത് റിയാക്ഷൻ വീഡിയോ ആണെന്നൊക്കെ മറന്നുപോയി. ഭയങ്കര ഇതായിപ്പോയി. അത്ര രസമായിട്ടാ ചെയ്തിട്ടുള്ളത്. ഡയലോഗൊക്കെ ആണെങ്കിലും ഓരോന്നും അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. എന്തായാലും വേറെ കാര്യം കൂടി ഉണ്ട്. അതായത് ഇപ്പോൾ റീൽസ് ബീക്കൻ്റെ ആ പവർ തിരിച്ചു വരാൻ കാരണം ഇങ്ങനെയുള്ള കണ്ടന്റ് അതൊരു സത്യം. അതായത് ഇങ്ങനത്തെ കണ്ടന്റ് കിട്ടുന്നത് കൊണ്ട് കൂടിയാണ്. നല്ല അടിപൊളി വീഡിയോ അങ്ങനെ വരട്ടെ എല്ലാവരും. അതാ പറഞ്ഞ നല്ല രസമുണ്ട്, അടിപൊളി സൂപ്പർ സാധനം. എന്താണെങ്കിലും എല്ലാവരും കാണുക കേട്ടോ, അടിപൊളിയുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.